Okay? Because I'm പാനിപൂരിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ് ഞാൻ ഇവിടുത്തെ. കണ്ടാലൊരു പാനിപൂരിയിലൊക്കെ ഈ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറിന് എങ്ങനെയാടാ എനിക്ക് എന്റെ യൂട്യൂബില് കാസർഗോഡ് നിന്ന് കുറച്ച് ലൈക്ക് കുറവാ. അപ്പൊ നീ ഒന്ന് പറഞ്ഞേ. അതായത് ചാനൽ കണ്ടിട്ട് ലൈക്ക് ആക്കണോ, സബ്സ്ക്രൈബ് ആക്കണോ, പിന്നെ ഷെയറും ആക്കണോ, പിന്നെ ബെല്ലില്ല അത് കുത്തണം. ഇത് എന്നെ ആക്കണ പോലെ ഉണ്ടായിരുന്നു എനിക്ക്. ആക്കണം എന്നെ ഇട്ട് ആക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തത്. എന്നെ നോവിക്കണം അല്ലേ, കുത്തണം. അതിന് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറഞ്ഞോളൂ. സൂപ്പർ സ്റ്റാറിന് മുമ്പിലായിരുന്നു ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ തോന്നുമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട ഹൈലൈറ്റ്. ഹൗ ഡു യു ഫീൽ വെൻ യു സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ സൂപ്പർ സ്റ്റാർ? കീർത്തിക്ക് ഇത് ബാധകമല്ല, ബിക്കോസ് യു ഡോണ്ട് നോ മീ മച്ച്, പക്ഷേ ഹി നോസ് മീ റിയലി വെൽ. ഓ പേളിനെ കുറിച്ചാണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ വൺ തിങ് യു ഓൾവേസ് ഫർഗെറ്റ് ടു ഡു? ചാർജർ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ എപ്പോഴും മറക്കും. എപ്പോഴും മറക്കും. ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്ന ഫോണ്ടിന്റെ കളർ എന്താ? മഞ്ഞ, യെല്ലോ. മഞ്ഞയാണോ രണ്ടും ഒന്നല്ലേ? മണിയാണല്ലോ അടിച്ചത്. അപ്പൊ ബാലു ആ ഇതൊന്ന് ശ്രദ്ധിച്ചേട്ടോ. ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്റെ സ്പെല്ലിംഗ് എന്താ? അവിടെ നോക്കി വായിക്കാൻ എനിക്കും അറിയാം. പക്ഷെ മണി എന്റെ എത്ര ഫോളോവേഴ്സ്? 7 million ഫോളോവേഴ്സ്. 6 million 8.3. ഓ വാട്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു റീലോ അങ്ങനെ എന്തോ. പോസ്റ്റ് ഇട്ടപാടെ 15 കമന്റ് ഇൻ എ സെക്കൻഡ്. ഇതെല്ലാം എടുത്ത് നോക്കുമ്പോ മറ്റേ ശ്വേതാ ഗുപ്ത കോണ്ടാക്ട് നമ്പർ. I want love in the guy. Come DM me. നീ ആ റീൽ എടുക്ക ഓൺ ലൈവ് ക്യാമറ. നീ ബാക്ക് വിത്ത് എ ബാങ്, സോ എക്സൈറ്റഡ്, ഫയർ, ലവ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു പോസ്റ്റ് ഇടും, ആദ്യം വരുന്ന കമന്റ്സ്. ഇതൊക്കെ ഇപ്പൊ നമുക്കറിയാലോ. നീ താഴേക്കോ. ഇതിപ്പോ നമുക്ക് നീ അത് കഴിഞ്ഞ് പെയ്ഡ് ആൾക്കാരെ വെച്ചിട്ട് ഇടുന്നത് നമുക്കറിയാലോ. അതൊക്കെ ഞാൻ പറയുന്നത് ഏറ്റവും അവന് ഒരെണ്ണം പോലും കിട്ടുന്നില്ല, ഒരെണ്ണം പോലും. जिसको भी सोशल मीडिया पे ഫോളോസ് चाहिए 500 ഫോളോസിൽ 15 രൂപ. ചിലർക്ക് ചില ക്യാരക്ടേഴ്സിനായിരിക്കും ഫേവറേറ്റ് ആവുന്നത്. അതെ, ഇപ്പം ഡീകപ്പിൾഡ് എന്ന് പറഞ്ഞ ഞാൻ കൊറിയൻ ഡ്രാമയാ സത്യം പറഞ്ഞാൽ. ആണല്ലേ? ഇതിന്റെ കിങ് ആ കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താണെന്നറിയോ? അവരൊരു 2 പേര് ലവിലായിരിക്കും, അവര് ലവ് ആവും, പക്ഷെ ഒരു 10ാമത്തെ എപ്പിസോഡ് വരെ ഒരു കിസ്സിംഗ് സീൻ പോലും ഉണ്ടാവില്ല. കിസ്സിന് വേണ്ടിയാണോ ഇത് കാണുന്നത്? അല്ല, കാണാൻ പറ്റിയ വേറെ സാധനങ്ങളുണ്ട്. വിഷ്ണുയുടെ അമ്മയും ഞാനും ഒരുമിച്ചായിരുന്നു പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. വിഷ്ണു ഇങ്ങനെ കറങ്ങി നടക്കും ഇങ്ങനെ. പ്രായം തോന്നൂല കേട്ടോ. എനിക്ക് എന്നിട്ട് വിഷ്ണുവിനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടാണ്. അമ്മയുടെ ക്ലാസ്മേറ്റ് ആണല്ലേ? എനിക്കറിയാതെ. പക്ഷെ ചാക്കോച്ച, സച്ച് an honor to have you on our show because you are like നമ്മുടെ heart throb of Malayalis എന്ന് വേണമെങ്കിൽ പറയാം. And we just love you, Chakocha, and you looking so handsome today, so happy today to have you on our show. ഇത്രയൊക്കെ പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ലൈഫിൽ ഒരു തീം സോങ് ഉണ്ടെങ്കിൽ what would it be if you had a theme song in your life? പേളിയുടെ തീം സോങ് എന്താണ് കേക്കട്ടെ? എന്നെ തല്ലേണ്ട മാവാ ഞാൻ നന്നാവൂല. അങ്ങനെ അതാണ് സിനിമയിലെ എൻ്റെ ഒരു പാട്ട് തീം പോലെ സോങ്. അതുപോലെ ഒരു വിത്ത് മെസ്സേജ്. സത്യം. ഇനി കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. യു ഹാവ് വൺ the most useless talent that you have. Like you can't use it anywhere, but you have that talent. Forgetting. That's a talent. Do you remember my name?